ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കൂൾ ബാറിലെ അതേ സ്റ്റൈലിലുള്ള നാരങ്ങ വെള്ളമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇത് നോമ്പ് തുറക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 6 കാഷ്യൂനട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാനും വേണ്ടി വെച്ചതാണ്. ഇത് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത്രയും പോകുന്ന ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ നാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഇത് 2 നാരങ്ങയുടെ നീരുണ്ട് കേട്ടോ. ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് ഞാൻ നീരെടുത്ത് ചേർക്കുകയാണ്. അതല്ലാതെ നാരങ്ങ ചെറിയ കഷ്ണാക്കിയിട്ട് ഡയറക്റ്റ് ചേർത്താലും മതി. പക്ഷെ അങ്ങനെ ചേർക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു നാരങ്ങ വെള്ളത്തിന് കയ്പ്പ് ഉണ്ടാവും. അത് ഇഷ്ടമുള്ളവർ അങ്ങനെ ചേർത്താൽ മതി. കയ്പ്പ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ നാരങ്ങ ജ്യൂസ് എടുത്തിട്ട് അത് ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അടിച്ചെടുത്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. അതുപോലെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 4 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ ഞാനിത് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇത് കേട്ടോ. നോമ്പ് തുറക്കൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.